ഇന്ത്യയുടെ പ്രതിരോധ രംഗം കൂടുതൽ കരുത്തുറ്റതാണ് എന്ന് ഓരോ ദിവസവും തെളിയുകയാണ്. ഇന്ത്യയുടെ സ്വന്തം കരുത്തായി തന്നെ പ്രതിരോധ രംഗം മാറുമ്പോൾ ഇന്ത്യയും റഷ്യയും സംയുക്തമായി തന്നെ വികസിപ്പിച്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വാങ്ങാൻ ആവശ്യക്കാർ വർദ്ധിക്കുകയാണ്. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് വിയറ്റ്നാമിന് കൈമാറുന്ന കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ സമാനമായ പ്രതിരോധ കരാറിനായി തന്നെ ഇന്തോനേഷ്യയുമായി നടത്തുന്ന ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് എന്നും ഇന്ത്യ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു. അതേസമയം 375 ദശലക്ഷം ഡോളറോളം അത് ആ മൂല്യമുള്ള കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് തന്നെ 2022 ഫിലിപ്പീൻസ് ആണ് ഈ ഒരു കരാറിൽ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ സംവിധാനം വാങ്ങാൻ ആദ്യമായി തന്നെ മുന്നോട്ട് വന്ന വിദേശ രാജ്യം എന്നത്. സിംഗപ്പൂരിൽ നടക്കുന്ന പ്രമുഖ അന്താരാഷ്ട്ര സുരക്ഷാ ഉച്ചകോടിയായ ഷാങ്ക്രി-ല ഡയലോഗിനിടെ തന്നെ ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. മാധ്യമങ്ങളുടെയും പ്രതിനിധികളുടെയും അവരോടെല്ലാം തന്നെ സംസാരിക്കുകയായിരുന്ന അദ്ദേഹത്തിന്റെ ഈ നിർണായക വെളിപ്പെടുത്തൽ മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ നിരവധി രാജ്യങ്ങളും ബ്രഹ്മോസിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചന നൽകിയിരിക്കുകയാണ്. ഇന്തോനേഷ്യയുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നതായും പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കി. വിയറ്റ്നാമുമായുള്ള പ്രതിരോധ കരാർ ഇതിനോടകം തന്നെ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നും എന്നാൽ ഇത് ഇതുവരെയും പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. വിയറ്റ്നാം പ്രതിനിധിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നവരുമായി മാത്രമേ ആ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പങ്കുവയ്ക്കാവൂ. ഇന്ത്യയെ സംബന്ധിച്ച് ആസിയാൻ രാജ്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ സൗഹൃദ രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. അതോടൊപ്പം തന്നെ വിയറ്റ്നാമിന് മുൻപ് അവിടെ ബ്രഹ്മോസിനായി തന്നെ 2022 ഇന്ത്യ ഫിലിപ്പീൻസുമായി തന്നെ $375 മില്യൺ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഈ ഡെലിവറികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്ന ആദ്യ വിദേശ രാജ്യമാണ് ഫിലിപ്പീൻസ്. റിപ്പോർട്ടുകൾ പ്രകാരം വിയറ്റ്നാമുമായുള്ള ഈ ബ്രഹ്മോസ് കരാറിന് $629 മില്യൺ ഏകദേശം 6000 കോടി രൂപയുടെ മൂല്യമുണ്ട് എന്നതാണ് കണക്കാക്കപ്പെടുന്നത്. മിസൈലുകൾക്ക് പുറമെ തന്നെ സൈനികർക്കായുള്ള പരിശീലനവും സാങ്കേതിക പിന്തുണയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം ഇന്തോനേഷ്യയുമായി ഏകദേശം $450 മില്യൺ കരാറാണ് ചർച്ചയിൽ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. അതേസമയം പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ സഹിഷ്ണുതയുള്ള വിതരണ ശൃംഖലയുടെ വിശ്വസനീയമായ പ്രതിരോധ പങ്കാളിത്തവും അത് കെട്ടിപ്പടുക്കുന്നതിനായി തന്നെ മേഖലയിൽ ഉടനീളമുള്ള പങ്കാളികളുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യ തയ്യാറാണ് എന്നതാണ് അദ്ദേഹം പ്രതിനിധികളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് പ്രതിരോധ ശേഷി നമ്മുടെ കാലഘട്ടത്തിന്റെ നിർണായക തന്ത്രപരമായ ആവശ്യകതകളിൽ ഒന്നായി തന്നെ മാറിയിരിക്കുന്നു. ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വം, യൂറോപ്പിലും പശ്ചിമേഷ്യയിലും സംഘർഷങ്ങൾ, സമുദ്ര വ്യാപാര പാതകളിലെ തടസ്സങ്ങൾ, വിതരണ ശൃംഖലയിലെ ദുർബലങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ, വർദ്ധിച്ചു വരുന്ന തന്ത്രപരമായ മത്സരം എന്നിവ ആഗോള സുരക്ഷാ അന്തരീക്ഷത്തെ പുനർക്രമീകരിക്കുന്ന ഘട്ടങ്ങളിൽ തന്നെ ഉൾപ്പെടുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ആകട്ടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു. സമീപ വർഷങ്ങളിലെ പാഠങ്ങൾ അത് വ്യക്തമായിക്കൊണ്ട് പ്രതിരോധ സന്നദ്ധത എന്നത് എളുപ്പത്തിൽ അവിടെ തകരുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു മേഖലയെ മാത്രം കേന്ദ്രീകരിക്കുന്നോ അത് ആയ വിതരണ ശൃംഖലകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്നും രാജ്യങ്ങൾക്ക് ഇന്ന് സഹിഷ്ണുതയുള്ളതും വിശ്വസനീയവും അതുപോലെ വൈവിധ്യവൽക്കരിക്കപ്പെട്ടതുമായ സാങ്കേതികമായി തന്നെ പൊരുത്തപ്പെടാൻ കഴിയുന്നതുമായ പ്രതിരോധ വ്യവസായ ആവാസ വ്യവസ്ഥകൾ അവിടെ അനിവാര്യമാണ് എന്നതായിരുന്നു അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.